ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കളക്ഷൻ അപ്ഡേറ്റുകളാണ്. മെയ് മാസം 11-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് വരെയുള്ള കളക്ഷൻ അപ്ഡേറ്റുകളാണ്. 6 സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തത് നമ്മുടെ വിജയ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് 20 വർഷം മുമ്പേ തിയേറ്റർ റിലീസ് ചെയ്ത് വൻ വിജയമായി മാറിയ ഗില്ലി എന്ന സിനിമയുടെ റിലീസ് കളക്ഷൻ അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പം തന്നെ ഏകദേശം 25 ദിവസം ഈ ഒരു സിനിമ തിയേറ്ററിൽ റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 25 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 24,60,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷനായിട്ട് വന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ട് 30 കോടിക്ക് മുകളിൽ ഈ സിനിമയുടെ റിലീസ് ഗ്രോസ് കളക്ഷൻ എത്തിയിട്ടുണ്ട്. ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. 20 വർഷത്തിന് ശേഷവും ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിരിക്കുകയാണ് ഗില്ലി എന്ന് പറഞ്ഞ സിനിമ. രണ്ടാമത്തെ സിനിമ ഇപ്പോൾ തിയേറ്റർ റിലീസ് ചെയ്ത വിനയ് ഫോർട്ട് പ്രധാന വേഷം കൈകാര്യം ചെയ്ത പെരുമാനി എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷനാണ്. നല്ല അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ തന്നെ വന്നിരുന്നത്. ഡീസൻ്റ് അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ ആ ഡീസൻ്റ് അഭിപ്രായം വന്നിരുന്നെങ്കിലും അതിനനുസരിച്ചുള്ളൊരു കളക്ഷൻ ഈ സിനിമയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേ ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ കേരള ഗ്രോസ് കളക്ഷൻ വന്നിട്ടുള്ളത് 6 ലക്ഷം രൂപയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല കളക്ഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സിനിമ കണ്ടിട്ടില്ല, കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ സിനിമയുടെ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തത് മൂന്നാമത്തെ സിനിമ നമ്മുടെ ഇന്ദ്രജിത്തൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ ഒരു സിനിമ ഫസ്റ്റ് ഡേ കേരള ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് വന്നിട്ടുള്ളത്. 5 കോടിക്ക് മുകളിൽ ബജറ്റ് കണക്കാക്കുന്ന ഈ ഒരു സിനിമ നല്ലൊരു പേരായിരുന്നു ഈ സിനിമയ്ക്ക്. നല്ലൊരു വിജയം കരസ്ഥമാക്കുന്ന പ്രതീക്ഷ സിനിമയായിരുന്നു. പക്ഷേ ഫുൾ നെഗറ്റീവ് റിവ്യൂസ് ആണ് ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. പ്രതീക്ഷിച്ച ഒരു റിവ്യൂസ് കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ 10 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കേരള ഗ്രോസ് കളക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ പരാജയമാവാനാണ് കൂടുതൽ ചാൻസ്, കണ്ടറിയാം നമുക്ക്. അടുത്തത് ആവേശം എന്ന് പറഞ്ഞ സിനിമയുടെ 30-ാം ദിവസത്തെ കളക്ഷൻ ഡീറ്റെയിൽ, 30 ദിവസത്തെ ഫൈനൽ കളക്ഷൻ, മൊത്തം ടോട്ടൽ ഫൈനൽ കളക്ഷൻ ഡീറ്റെയിൽ ആണ്. ഈ സിനിമ OTT റിലീസ് ചെയ്തു 28 ദിവസത്തിന് ശേഷം 29-ാം ദിവസം ഈ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ആമസോൺ പ്രൈം വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേരള ഗ്രോസ് കളക്ഷനായിട്ട് ഈ സിനിമ 76 കോടിയാണ് ഈ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷനായിട്ട് വന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 156 കോടി രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടുള്ളത്. അതായത് ഒരു ഒഫീഷ്യൽ കളക്ഷൻ്റെ അപ്ഡേറ്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ട്രാക്കിംഗ് കളക്ഷൻ വന്നിട്ടുള്ളത് 76 കോടിക്ക് മുകളിലാണ്. കേരള ഗ്രോസ് കളക്ഷനും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 156 കോടിക്ക് മുകളിലാണ്. അപ്പോൾ എന്താ പറയുക, ഏകദേശം 200 കോടിക്ക് മുകളിൽ തന്നെ ഈ സിനിമ എത്തുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു ലോങ് റൺ തിയേറ്ററിൽ കിട്ടിയിരുന്നെങ്കിൽ എന്തായാലും 200 കോടിക്ക് മുകളിൽ എത്തുന്ന രണ്ടാമത്തെ സിനിമയായി മാറുമായിരുന്നു ആവേശം എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഇപ്പോൾ OTT റിലീസ് ചെയ്തപ്പോൾ ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയുണ്ട്. വിജയം തന്നെയാണ്, OTT റിലീസിലും വിജയം തന്നെയാണ്. അടുത്തത് നമ്മുടെ നിവിൻ പോളി പ്രധാന വേഷം കൈകാര്യം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയാണ്. നിവിൻ പോളി ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. അപ്പോൾ ഈ ഒരു സിനിമ മിക്സഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് വന്നിരുന്നത്. 10 ദിവസം കൊണ്ട് ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായിട്ട് വന്നിട്ടുള്ളത് 8 കോടി രൂപ മാത്രമാണ്. ഏകദേശം 30 കോടി ബജറ്റിൽ വന്ന സിനിമ തിയേറ്ററിൽ പരാജയം ആവാനാണ് കൂടുതൽ ചാൻസ്. വേൾഡ് വൈഡ് 17 കോടി ഗ്രോസ് കളക്ഷൻ മാത്രമേ ഈ സിനിമ നേടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ സിനിമ വാഷ് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. 16-ാം തീയതി നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ, അതിനടുത്ത ആഴ്ചകളിൽ ടർബോ ഒക്കെ വരുന്നുണ്ട്. അതുവരെയൊക്കെ ഈ സിനിമയുടെ കളക്ഷൻ, ഈ സിനിമ തിയേറ്ററിൽ നിൽക്കുമോ എന്നുള്ള അറിയില്ല. കാരണം എന്താ വെച്ചാൽ കളക്ഷന് ഭയങ്കര ഇടിവാണ്. ഇന്നലെയൊക്കെ ഭയങ്കര ഇടിവാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ 10 ദിവസം കൊണ്ട് 8 കോടി കേരള ഗ്രോസ് കളക്ഷനും വേൾഡ് വൈഡ് 17 കോടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ ടൊവിനോ തോമസിൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു സിനിമ എന്ന് ഉദ്ദേശിക്കുന്ന ബിഗ് ബജറ്റ് മൂവി എന്ന് പറയാവുന്ന ഒരു സിനിമയായിരുന്നു നടികർ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ 8 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുള്ളത് 4 കോടിക്ക് മുകളിൽ മാത്രമാണ്. നമ്മുടെ ഇപ്പോൾ തിയേറ്റർ റിലീസ് ചെയ്ത ടൊവിനോയുടെ ഏറ്റവും വലിയൊരു
എന്താ പറയുക ഏറ്റവും വലിയ സിനിമയാണ് നടികർ എന്ന് പറഞ്ഞ സിനിമ. ഏറ്റവും വലിയൊരു ദുരന്തമായി മാറുകയാണ്. അതായത് ടോവിനോയുടെ കരിയറിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നടികർ എന്ന് പറഞ്ഞ സിനിമ. 8 ദിവസം കൊണ്ട് 4 കോടിക്ക് മുകളിൽ മാത്രമേ ഈ സിനിമയുടെ കളക്ഷൻ വന്നിട്ടുള്ളൂ, കേരള ഗ്രോസ് കളക്ഷൻ വന്നിട്ടുള്ളൂ. വേൾഡ് വൈഡ് കളക്ഷനും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഈ 6 സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റ് ഡീറ്റെയിലാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ OTT അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഈ കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.